അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. എൻ്റെ മുടിയൊക്കെ കേട്ടോ, ഞാൻ മുടിയൊക്കെ വെട്ടി ഭയങ്കര താരനായിരുന്നു നിറച്ചു. അപ്പോൾ എല്ലാം മുടിയൊക്കെ വെട്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ മുടിയൊക്കെ വെട്ടി ഇങ്ങനെ എന്നപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, സ്റ്റൈൽ രസമൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവർക്കും ഇഷ്ടമില്ല, പക്ഷെ പുതിയ പിള്ളേർക്ക് ഇഷ്ടമായി. എന്ത് പറയാനാല്. അപ്പോൾ ഇന്ന് ഒക്ടോബർ 1 രാത്രിയാണ്. ഇന്ന് 12 മണി, ഇപ്പോൾ 11 മണിയായിട്ടാ. ഇപ്പോൾ 11 മണിയായി. 12 മണിക്ക് അവിടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്കുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കൂട്ടം തന്നെ എല്ലാം പറഞ്ഞു അവൻ എന്തൊക്കെ വേണമെന്ന് ബർത്ത്ഡേക്ക്. അവൻ പറഞ്ഞ എക്സ്കവേറ്റർ തീമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രെയിൻ ഉണ്ടാക്കിയത്, ഈ പ്രാവശ്യം ഞങ്ങൾ എക്സ്കവേറ്ററിൻ്റെ തീം ഇതേ ഓരോന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഫുള്ള് ഈ എക്സ്കവേറ്റർ തീമിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലാണ്. ഇതൊക്കെ ഞങ്ങൾ എന്താ പറയുക, ചിലതൊക്കെ എന്താ പറയുക ഈ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. മനു അവിടെ ഇത് വീർപ്പിക്കുന്നുണ്ട്, എന്താ പറയുക ബലൂൺ വീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞാൻ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വീഡിയോ കാണാം കേട്ടോ. പിന്നെ നാളത്തെ വീഡിയോ, നാളെ അല്ല, ഇതെല്ലാം ഒരൊറ്റ വീഡിയോ ആയിട്ട് കമ്പൈൻഡ് ആയിരിക്കും. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ. അപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എല്ലാ സംഭവം ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, എല്ലാം കാർഡ്ബോർഡിലാണ് ഉണ്ടാക്കിയത്. തെർമോക്കോൾ തെർമോക്കോളിലാണ് ഉണ്ടാക്കിയത്. മറ്റേത് കാർഡ്ബോർഡിലാണ് ഉണ്ടാക്കിയത്. ഇത് തെർമോക്കോൾ. പക്ഷേ തെർമോക്കോൾ വാവ കളിക്കുമ്പോഴേക്കും പൊട്ടാനായിട്ട് ചാൻസ്, ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഭയങ്കര ടെൻഷൻ. ഇത് ഭയങ്കര എളുപ്പം. അപ്പോൾ ഇത് ഞങ്ങൾ പീസാക്കി ഉണ്ടാക്കി കാരണം പെട്ടെന്ന് വെക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി ഇത് പൊട്ടിക്കണം, അത് വേറെ കാര്യം. എല്ലാവർക്കും ഒരു ഐഡിയ മനസ്സിലാവാനായിട്ടാണ്. അതാണോ ബാഗ്? ഇത് ഭയങ്കര വലുതാണല്ലോടാ. പുറകില് സെന്റർ പീസ് ആയിട്ട് തന്നെ ഇത് അതിന്റെ അടപ്പല്ല. ഈ അതങ്ങനെയാണ് ഇരിക്കണേ. അത് തിരിഞ്ഞു പോയി. അതങ്ങനെയല്ല വെക്കണം. ഇതിന്റെ ബാക്ക് കാണും. ആഹാ കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് സംഭവം. രസമുണ്ട്. ഇത് ഇനി വെക്കണം, ഒട്ടിക്കണം. ഒട്ടിക്ക് വെച്ചിട്ട് ബാക്കിൽ ഫസ്റ്റ് ഇത് വെക്കും. അപ്പോൾ അതെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തേട്ടാ. കുറച്ച് പാട് വെട്ട് ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീനൊക്കെ ആക്കണം. ബലൂണിൻ്റെ ഒരു സെറ്റപ്പ് മാത്രമേ കുറച്ച് ഇതാണ്. പക്ഷേ അത് ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ ആക്കി എടുത്ത്. ഇനി ഇത് നോക്കി ഇവിടെ മുഴുവൻ മേടയിൽ കിടക്കും. അതൊക്കെ ക്ലീനാക്കി എടുക്കണം. മനുവിന് എത്ര വെച്ചാലും സംതൃപ്തിയാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ADHD ഉണ്ട്. ADHD അല്ല, OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. OCD ആണ് നിനക്ക്. വീണ്ടും ഞങ്ങൾ ഡിസൈനൊന്ന് മാറ്റിയേട്ടാ. ഓരോന്നോരോന്ന് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് നോക്കുക. ഞങ്ങൾ വീണ്ടും ചെറിയ മാറ്റങ്ങൾ വരുത്തി സിമ്പിളാക്കിയേട്ടാ. എല്ലാം സിമ്പിളൊക്കെ തന്നെയാണ്. ഇനി ഇവിടെ ഈ ടോയ്സൊക്കെ ഒന്ന് വെക്കണം, അത്രേ ഉള്ളൂ. ടൈം നോക്കിയേ. ഇനി ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങി. എപ്പോൾ എനിക്ക് ഇനി എന്തായാലും നേരത്തെ എനിക്ക് അമ്പലത്തിലൊക്കെ പോകാനുള്ള ബർത്ത്ഡേ കാലം ഇറങ്ങി. ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും. ഹായ് ഹായ്. അവനായ തന്നെ പോയിരുന്നു. മാമരൊക്കെ ആദ്യമൊക്കെ കേട്ടാ. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. കിച്ചപ്പാ വാടാ, അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഏട്ടാ എഴുത്തിനിരുത്തണത്. അപ്പോൾ ഞങ്ങൾ പോട്ടെ അമ്പലത്തിൽ എഴുത്തിനിരുത്താകുമ്പോഴത്തേക്ക്
മനു നിന്റെ മോതിരം കൊടുത്തു. ഇങ്ങോട്ടിരിക്കോ മുണ്ട കോരി പോവും. ഓം ഓം ഹരി ശ്രീ ഗ ന പ ത യേ നമഃ നമഃ ഹരിശ്രീ പറഞ്ഞേ ഹരിശ്രീ ഗണപതയെ നമഃ. മോതിരം വേണം. എണീറ്റോ ആ വ്യക്തിയുടെ അടക്കി സരസ്വതീ നമസ്തുല്യം മരേകാവതീ. ഇത് നോക്കിയ എന്താ ഇത്? എന്താ ഇത്? ഓ മാസിയുടെ ഗിഫ്റ്റ് ഇഷ്ടായിരുന്നു. ഇത് അന്ന് കളി ഹിറ്റാവേ. ഓ ഈ ഫാൻ ഇത് ആർക്കാ വേണ്ട ഫാൻ തക്കട്. എക്സ്കവേറ്റർ വേണ്ട എല്ലാത്തിലും കേറിയിരിക്കണം. കേറി ഇഷ്ടായ അതുകൊട്ടെ ഗിഫ്റ്റ്. കൊള്ളല്ല. ചവിട്ടി ചവിട്ടി നോക്കട്ടെ നോക്കട്ടെ. എവിടെ പോരട്ടെ ചവിട്ടട്ടെ. ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കണേ തന്നെ. കൊള്ളാലോ മുത്തുമണി. വണ്ടർഫുൾ. കണ്ടോ? ക്ലാപ്പ് ചെയ്ത് ക്ലാപ്പ് ചെയ്ത്. ഗിഫ്റ്റ് എന്താ? ഇത് വേണ്ടേ? കേക്കും കൂടെ മുറിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ടോയ്സ് കൊണ്ട് നിറഞ്ഞ് ദേടാ മധുമാവ് മിഠായി വാങ്ങുമ്പോ അവക്ക് കാശ് കൊടുത്ത്. ഇങ്ങോട്ടാ ഡാടക്ക ഡാട കൊണ്ടിടാ കൊടുക്കലിടാ. ആ കളിയാ എന്താ പോണേ? അത് കൂട്ടൻ ബർത്ത്ഡേ ഷൂട്ടി നടക്കുവാ. ഓ വേണ്ട, കുറച്ച് കഴിയുമ്പോ കേറും.
അത് കാലെത്തോന്ന് അറിഞ്ഞാൽ മതി അതില്. എല്ലാവരും പറ്റിയത് തിരിക്കടാ. അപ്പൊ ഇത് പഠിച്ചെടുക്കണം കുറച്ചൊന്ന്. അവൻ ഓടിക്കേ. അയ്യാ സ്റ്റോപ്പ്. ഇതപ്പ കയ്യിൽ നിന്ന് എടുക്കണം. ഇത് വെറുതെ വാ. അതെ കൊണ്ട് നമ്മൾ മാല ഇടിപ്പിച്ചേട്ടാ. കേക്ക് കേക്ക് കാണട്ടെ. ഹായ് മാർക്ക്. കേക്ക് സെറ്റപ്പ്. Happy birthday to you. Happy birthday to you. Happy birthday dear Adu. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday. മമ്മിക്ക് കൊടുത്തേ. അതുകൊണ്ടാ മനുവിന് കൊടുത്തേ. ഒന്നും കൂടെ കൊടുത്തേ മനുവിന്. മനുവിന് നോക്കാൻ വേണ്ട. പായൽ വെച്ചിട്ടുണ്ട്. മമ്മി ദേ ഇവിടെ. ഇന്നാ ഞാൻ എന്റെ വായിൽ വെക്കട്ടെ എന്ന്. അങ്കിളെ സജിയേട്ടാ. താങ്ക് യു അങ്കിൾ ചെല്ലങ്ങള്. സജിയേട്ടാ ദേ അങ്കിളിന് ഒരു പിടി. അങ്കിളിന് ഒന്ന് കൊത്തേ ചെല്ല്. ഒരു പീസ് കൊടുത്തേ. പാവം ഷുഗർ പേഷ്യന്റ് ആണ്. അല്ല കുറച്ച് കഴിച്ചാൽ മതി. കൊച്ചു ഇച്ചിരി കോളം കഴിക്കും. കൊച്ചിന്റെ വായിൽ വെച്ചിരിക്കണം കേട്ടോ ചേട്ടാ. ഭയങ്കര അപ്പു പിടിച്ചടാ. ഞാൻ കൊച്ചിനൊന്നും കൂടെ കിട്ടോ. കളിക്കാനുള്ള ധൃതിയിലാണ് ഞങ്ങൾ. കളി ബിസിയാണ്. കാശുകാരനായല്ലോ. കാശുകാരന്റെ പോക്കറ്റ് എവിടെ? ഫ്രെയിമിൽ കിട്ടണില്ലല്ലോ. കഴിച്ചാ മതിയേ. ആന്റിയുടെ മാമന്റെ ഒരു കോട്ട ഡ്രസ്സുകളാണ് ഗിഫ്റ്റ്. എല്ലാരും ഫുഡ് കഴിക്കണ ഒരുത്തൻ സൈക്കിൾ ഓട്ടി കളിക്കണ. മനുവിന്റെ കസിനാട്ടത്. അതൊക്കെ മാമനോട് കഴിക്കുക. ഐസ്ക്രീം. ഹൃദയപൂർവ്വം പടം എനിക്കിഷ്ടപ്പെട്ട നല്ല പടം കേട്ടോ.
പക്ഷെ ചില ആൾക്കാർക്കൊന്നും ഇവിടുത്തെ പിടിച്ചില്ല, പ്രത്യേകിച്ച് ഇവനും അവർക്ക് കുറെ യങ്സ്റ്റേഴ്സ് മൂവി അല്ലെന്നാ പറയണേ. എനിക്കത് യങ്സ്റ്റേഴ്സ് മൂവി ആയിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ ഞാനിനി വയസ്സായിട്ടാണെന്ന് അറിയാൻ പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഉച്ചക്കായിരുന്നു വിചാരിച്ചു, യൂസിൽ പിള്ളേരെന്നല്ലേ ഭയങ്കര കാശാന്ന് തോന്നുന്നു. സ്റ്റുഡിയോയില ഇത് നല്ലതാ, പിള്ളേരെ ജീൻസ് ഒക്കെ വെറും 300 400 നല്ല ജീൻസ്. അത് അവനിട്ടേക്കണേടാ, അവനിട്ടായിരിക്കും. എന്തൊക്കെയാണ് ഇട്ടേക്കണത്? അതുകൊണ്ട് കുടുക്ക പൊട്ടിക്കണേണോ അത് കുട്ടാ? ഇതിലുണ്ടോ ഇനി കുടുക്ക പൊട്ടിക്കാ? കഴിഞ്ഞ ഈ വർഷത്തെ വരുമാനം തുറന്ന് അറിയണ്ടേ? എന്തുണ്ട്? ഇടട്ടെ അത് കുട്ടാ? ഓ എന്റെ അമ്മ, ഇതും കൊറേ ഉണ്ടല്ലോ. നീ എന്തിനാ മാറിപ്പോണത്? ഇനി എണ്ണിക്കുവല്ല? ചില്ലറൊക്കെ എണ്ണം പോണേ. പിന്നെ എല്ലാരും രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിരിക്കും കേട്ടാ. കാലൊക്കെ വേറെ എടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഉച്ചക്കത്തെ ഫുഡ്, രാത്രി ഫുഡ്, ഇതിനൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെളുപ്പാങ്കത്ത് 4 മണിയായിരുന്നു. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് വാവൻ കിടന്ന് ഒരു 12 മണിയായപ്പോൾ അവൻ കിടന്ന്. കാരണം ഇന്ന് കുറേ ഷുഗർ കഴിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പിന്നെ കാശൊക്കെ എണ്ണി അങ്ങനെയൊക്കെ ഒന്ന് ക്ലീനൊക്കെ ആക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ അതിന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അത് കുട്ടിൻ്റെ കാശ് എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ എപ്പോഴും കഴിഞ്ഞ വർഷവും ഞങ്ങൾ സേവ് ചെയ്ത് വെച്ച് ഈ വർഷവും അവന് ആയിട്ടുള്ള അവന് കിട്ടുന്ന കാശുകളെല്ലാം അവൻ്റെ സേവിങ്സിലോട്ടാണ് പോണത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് കാശൊക്കെ കിട്ടി. അപ്പോൾ കാശ് സേവിങ്സിൽ വന്ന് അപ്പോൾ അതൊക്കെ ഏകദേശം വെക്കുമായിരുന്നു. അപ്പോൾ ഈ വർഷം അത് കുട്ടൻ്റെ വരുമാനം ഏകദേശം 8,791 റേഞ്ച് വരും. അപ്പോൾ അത് നാളെ തന്നെ അവൻ്റെ അക്കൗണ്ടിൽ, നാളെയോ കിട്ടുന്ന ടൈം പോലെ അവൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് തരണം. അപ്പോൾ ഇതാണ് ഞാൻ കുറേ ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നത്. അവന് കൊടുക്കുന്ന കാശ് അവൻ്റെ അമ്മമാരും ഒക്കെ കൊടുക്കുന്ന കാശ് അവൻ കൊടുക്കലിടുന്നത്. ഞങ്ങൾ പഠിപ്പിച്ചൊരു ശീലമാണ്, അതങ്ങനെ തന്നെ അവൻ നിലനിർത്തുന്നത്. പിന്നെ ഞങ്ങളെ എപ്പോഴും കടയിൽ പോയി കഴിഞ്ഞാലും അവന് ബാക്കിയുള്ള കാശ് അങ്ങനെ തന്നെ കൊണ്ട് അവൻ്റെ കൊടുക്കലിടും. അപ്പോൾ അങ്ങനെ 2 കൊടുക്ക ഉള്ള സംഭവമാണ്. അപ്പോൾ അവന് കൊച്ചുനാളെ തുടങ്ങിയ ഒരു സേവിങ്സ്, ഒരു സ്വഭാവം, അതെങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ നല്ലൊരു കാര്യം. അപ്പോൾ ഇതുകൊണ്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ബൈ ബൈ.